കണ്ണൂർ ആലക്കോട് മൂന്നാംകുന്ന് ചോലമലയിൽ ഉരുൾപൊട്ടിയതായി സംശയം. കല്ലും മണ്ണും ചെളിയും ഉൾപ്പെടെ ഒഴുകിയെത്തി. പ്രദേശത്ത് കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. കുറച്ച് ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. നിഖിലെ, ഉരുൾപൊട്ടിയെന്ന് സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ? മഴയൊക്കെ ഉണ്ടോ? ശ്യാമിന് ശക്തമായ മഴയാണ് ആലക്കോട് മേഖലയിലും തുടരുന്നത്. ഈ മൂന്നാംകുന്ന് ചോലമലയിൽ ഉരുൾപൊട്ടി എന്നൊരു സംശയം ഇപ്പോൾ നാട്ടുകാർ പറയുന്നതാണ്. കാരണം കല്ലും മണ്ണും ചെളിയും ഉൾപ്പെടെ പൊടുന്നനെ ഒഴുകി ഈ ജനവാസ മേഖലയിലേക്ക് ഉൾപ്പെടെ റോഡിലൂടെ അടക്കം ഒഴുകി എത്തുകയായിരുന്നു. ശക്തമായ രീതിയിൽ ചെളിയും വെള്ളവും ഒഴുകിയെത്തി. നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ റോഡിലൊക്കെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉൾമലയിൽ നിന്ന് ഉരുൾപൊട്ടി എന്നൊരു സംശയമാണ് നാട്ടുകാർ പറയുന്നത്. ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഈ ഉരുൾപൊട്ടിയതല്ലാതെ ഇങ്ങനെ പൊടുന്ന വെള്ളം ഒഴുകിയെത്താൻ മറ്റൊരു സാഹചര്യം ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും കനത്ത മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഈ മലയോര മേഖലയിൽ, കണ്ണൂരിന്റെ മലയോര മേഖലകളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. രേരോം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. റോഡുകളിൽ ഉൾപ്പെടെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആലക്കോട് മേഖലയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ചെറുപുഴ മേഖലയിലും സമാന രീതിയിലാണ്. വലിയ മഴ കെടുതിയിലേക്ക് അവിടെയും കാര്യങ്ങൾ പോകുന്നു എന്നൊരു ആശങ്കയുണ്ട്. കാരണം കാര്യങ്കോട് പുഴ കരകവിഞ്ഞതോടെ ഈ കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടായ പ്രദേശങ്ങളിലൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ ഈ മേഖലകളിൽ നൽകി കഴിഞ്ഞു. ഒപ്പം ഈ റിവർ റാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ചെറുപുഴയിൽ നടന്നുകൊണ്ടിരുന്ന ഈ വിനോദങ്ങൾ ഉണ്ടായിരുന്നു, പുഴ കേന്ദ്രീകരിച്ചുള്ള വിനോദങ്ങൾ, അതെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അല്പസമയത്തിനകം ഔദ്യോഗികമായി പുറത്തിറങ്ങും എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നിഖിൽ വിവരങ്ങൾ നൽകിയത്.